ഒന്നാമത്തെ ചോദ്യം. സാധാരണ മഴയ്ക്ക് പകരം ആകാശത്തുനിന്ന് ചുവന്ന നിറത്തിലുള്ള രക്തമഴ പെയ്ത ലോകത്തെ പ്രശസ്തമായ സ്ഥലം ഏതാണ്? എ. ആമസോൺ വനം. ബി. കേരളം. സി. സഹാറ മരുഭൂമി. ഡി. സൈബീരിയ. ശരിയായ ഉത്തരം ബി. കേരളം. 2001 കേരളത്തിലെ കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഈ അത്ഭുത പ്രതിഭാസം ഉണ്ടായത്. ആകാശത്തുനിന്ന് രക്തം പോലെയുള്ള ചുവന്ന വെള്ളം പെയ്തത് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി. അന്തരീക്ഷത്തിലെ പ്രത്യേകതരം ആൽഗകളുടെ സാന്നിധ്യമാണ് ഇതിനു കാരണമെന്ന് ശാസ്ത്രജ്ഞർ പിന്നീട് കണ്ടെത്തി. രണ്ടാമത്തെ ചോദ്യം. നമ്മുടെ സൗരയൂഥത്തിനു പുറത്ത് ഒരു വശത്ത് ഇരട്ട സൂര്യന്മാരും ആകാശത്തുനിന്ന് വജ്രമഴയും പെയ്യുന്ന വിചിത്രഗ്രഹമേതാണ്? എ. ജാസ്പർ ഗ്രഹം. ബി. കെപ്ലർ 16 ബി. സി. PSR ബി. ഡി. HD 1,89,733 ബി. ശരിയായ ഉത്തരം എ. ജാസ്പർ ഗ്രഹം. ജൂപ്പിറ്റർ ലൈക്ക് പ്ലാനറ്റ്സ്. പ്രപഞ്ചത്തിലെ ചില വാതക ഗ്രഹങ്ങളിലെ അതിഭയങ്കരമായ അന്തരീക്ഷമർദ്ദവും ചൂടും കാരണം അവിടുത്തെ കാർബൺ കട്ടികൂടി വജ്രങ്ങളായി മാറുകയും അത് മഴയായി പെയ്യുകയും ചെയ്യുന്നു. ഇതിനൊപ്പം 2 സൂര്യന്മാർ ഉദിച്ചു നിൽക്കുന്ന കാഴ്ചയും ഇവിടെ കാണാം. മൂന്നാമത്തെ ചോദ്യം. കടലിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന തലച്ചോറോ ഹൃദയമോ രക്തമോ പോലുമില്ലാത്ത വിചിത്രജീവി ഏതാണ്? എ. നീലത്തിമിംഗലം. ബി. ജെല്ലിഫിഷ്. സി. ഒക്ടോപ്പസ്. ഡി. കടൽക്കുതിര. ശരിയായ ഉത്തരം ബി. ജെല്ലിഫിഷ്. ഡൈനോസറുകൾക്ക് മുൻപ്, അതായത് 500 ക്ക് മുൻപേ ഭൂമിയിലുള്ള ജീവികളാണ് ജെല്ലിഫിഷുകൾ. ഇവയ്ക്ക് തലച്ചോറോ ഹൃദയമോ അസ്ഥികളോ ഇല്ല. ഇവയുടെ ശരീരം 95% വെള്ളത്താൽ നിർമ്മിതമാണ്. നാലാമത്തെ ചോദ്യം. മനുഷ്യനിർമ്മിതമല്ല എന്ന് പലരും വിശ്വസിക്കുന്ന ബഹിരാകാശത്തുനിന്ന് നോക്കിയാൽ പോലും കൃത്യമായി കാണാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതി ഏതാണ്? എ. ചൈനയിലെ മഹാമതിൽ. ബി. താജ്മഹൽ. സി. സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഡി. കൊളോസിയം. ശരിയായ ഉത്തരം എ. ചൈനയിലെ മഹാമതിൽ. 21,000 കിലോമീറ്ററിലധികം നീളമുള്ള ചൈനയിലെ മഹാമതിൽ പൂർത്തിയാക്കാൻ 2000 വർഷത്തിലധികം സമയമെടുത്തു. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കഠിനാധ്വാനമാണ് ഇതിനു പിന്നിൽ. ലോ എർത്ത് ഓർബിറ്റിൽ നിന്ന് നോക്കിയാൽ പോലും ഈ മതിൽ കാണാൻ സാധിക്കും. അഞ്ചാമത്തെ ചോദ്യം. ലോകത്തിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ഏറ്റവും പ്രയാസമുള്ള വേനൽക്കാലത്ത് പോലും -50°C വരെ തണുപ്പ് അനുഭവപ്പെടുന്ന ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള നഗരം ഏതാണ്? എ. ഐസ്ലാൻഡ്. ബി. യാകുൽസ്ക്, റഷ്യ. സി. ഗ്രീൻലൻഡ്. ഡി. അലാസ്ക. ശരിയായ ഉത്തരം ബി. യാകുൽസ്ക്, റഷ്യ. റഷ്യയിലെ സൈബീരിയയിലുള്ള യാകുൽസ്ക് എന്ന നഗരത്തിൽ ശൈത്യകാലത്ത് താപനില -60°C വരെ താഴാറുണ്ട്. ഇവിടെ പുറത്തിറങ്ങി വെറുതെ ശ്വാസം വിട്ടാൽ പോലും അത് നിമിഷങ്ങൾക്കകം ഐസായി മാറും. എങ്കിലും 3 ലക്ഷത്തിലധികം ആളുകൾ ഇന്നും ഇവിടെ ജീവിക്കുന്നുണ്ട്.